ആ അർജുന് അവര് വേറെ വിവാഹം ആലോചിക്കുന്നുണ്ടെന്ന്. വേറെ വിവാഹോ? അപ്പൊ നമ്മളെ പ്രീതി? അതൊരു ചോദ്യമാ. പക്ഷേ സത്യഭാമ ജീവിച്ചിരിക്കുമ്പോ അർജുന് വേറൊരു വിവാഹം നടക്കില്ല രാഘവേട്ട. പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കിയതോടെ എന്നെ സംബന്ധിച്ചിടത്തോളം അവന് അവളുടെ ഭർത്താവെന്നുള്ള സ്ഥാനം നഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യമാ. ഇനിയും ഒന്നിച്ച് കഴിയണമെന്നുണ്ടെങ്കിൽ അവൻ അവളുടെ കഴുത്തിൽ വീണ്ടും താലി കെട്ടണമെന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു. അതും അവളുടെ കാല് പിടിച്ചിട്ട് മാത്രം. അല്ല, അവൻ രണ്ടാമത് കല്യാണം ആലോചിക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞോ? എല്ലാരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. കാറ്റ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, വീശി പരന്നിട്ടില്ല. ആരൊക്കെ അറിഞ്ഞാലും വിഷ്ണു അറിയരുത്. അവൻ ചിലപ്പോ അർജുനനെ ബാക്കി വെക്കില്ല. സൂക്ഷിക്കണം. അറിയാം. പക്ഷെ അതിന്റെ മറുപടി ജീവൻ എടുത്തിട്ടല്ല രാഘവേട്ട. മറിച്ച് അതേ നാണയത്തിൽ മറുപടി കൊടുത്തിട്ടാ. എന്ന് പറഞ്ഞ അവന്റെ വിവാഹത്തിന് മുൻപ് നമ്മൾ അവളുടെ വിവാഹം നടത്തും, അത്ര തന്നെ. ഓ, വിചാരിച്ചത്ര പോരാ. നമുക്കൊരു ബ്യൂട്ടീഷ്യനെ വരുത്തായിരുന്നു അല്ലേ കുഞ്ഞിജി? ഇതേ പെണ്ണ് കാണല, കല്യാണം അല്ല. ആദ്യമായിട്ട് ചെറുക്കനും പെണ്ണും തമ്മിൽ കാണുമ്പോ വലിയ മേക്കപ്പ് ഒന്നുമില്ലാതെ വളരെ നാച്ചുറൽ ആയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ചെറുക്കൻ പറഞ്ഞാലോ, അയ്യേ ഈ പെണ്ണിനെ അല്ല ഞാൻ കണ്ടെന്ന്. അല്ലെങ്കിലും ഷാരിയച്ചിക്ക് എന്തിനാ ബ്യൂട്ടീഷ്യൻ? ഈ വീട്ടിലെ തങ്കക്കുടം അല്ലേ? ഇത്രയും തങ്കക്കുടമായ ശാരികേച്ചിക്ക് ഇതുവരെ ഒരു ലൈനൊന്നും ഇല്ലാത്തതാ എന്റെ അത്ഭുതം. അങ്ങനെ ഒരാളുണ്ടായിരുന്നെങ്കിൽ മുരുകനങ്ങളിനെയൊക്കെ ബുദ്ധിമുട്ടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അമ്മയ്ക്ക്? നമുക്ക് സ്ത്രീധനവും ലാഭിക്കാമായിരുന്നു. അത് ശരി. അപ്പൊ നീ കോളേജിൽ പോകുന്ന എന്തിനാന്ന് ഇപ്പൊ ഞങ്ങക്ക് പിടികിട്ടി. അയ്യോ ചേച്ചി, ഞാൻ അങ്ങനൊന്നും. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ മുട്ടുകാലി തല്ലി ഒടിക്കും ഞാൻ, നോക്കിക്കോ. കണ്ണൻ ചിപ്പിക്കുന്ന പലതും കാണും ലോകത്തില്. പക്ഷെ നമ്മള് ശാരദാമ്മയുടെ മക്കളാണെന്ന് മാത്രം മറക്കാതിരുന്നാ മതി. ഓ, ഞാനൊരു തമാശ പറഞ്ഞ എന്റെ കുഞ്ഞേച്ചി ഒന്ന് ക്ഷമിച്ചു കളയ്. അതെ, ഒരു ബുൾഡോസർ പോലെ കുഞ്ഞേച്ചേനെ പൊളിച്ചെടുക്കുന്ന കണ്ടില്ലേ വല്യേച്ചി? ഒന്ന് സഹായിക്കൂ പ്ലീസ്. എന്താടി ഇവിടെ ബഹളമൊക്കെ? ഞാൻ വിചാരിച്ചതേ ഉള്ളൂ നമ്മുടെ പൊന്നും കുടത്തിന് എന്തിന്റെ ഒരു കുറവുണ്ടല്ലോന്ന്. പോയത്തില്ലോ. ഇതെന്ത് രണ്ടുപേരുടെ മുഖത്തൊരു തെളിച്ചമില്ലാത്തത്? അത് ഈ കല്യാണം നടന്ന ഇവളങ്ങ് പോവില്ലേ ശാലിനി?
ഒരു രാത്രി പോലും പിരിഞ്ഞു നിന്നിട്ടില്ല ഇതുവരെ നമ്മള്. അമ്മക്കുട്ടിയായല്ലേ അവള് വളർന്നത്. അതോർക്കുമ്പോ അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ. ഈ സങ്കടമൊക്കെ ഇപ്പോഴേ കാണൂ. കല്യാണം കഴിഞ്ഞ് ചെക്കന്റെ ഒപ്പം കാറിൽ കയറുമ്പോ കെട്ടിപ്പിടിച്ചൊരു കൂട്ടക്കരച്ചിലൂടെ ഉണ്ടാവും. അതൊക്കെ ഒരു ആചാരമാ, പാരമ്പര്യ ആചാരം. അത് കഴിഞ്ഞാ പിന്നെ ആദ്യത്തെ മാസങ്ങളിൽ ആഴ്ചയിൽ അമ്മയെ അനിയത്തെ മരം കാണാൻ ഒരു ഓടിവരവൂടി പ്രതീക്ഷിക്കാം. കുറച്ചു കഴിയുമ്പോ അത് പിന്നെ മാസത്തിലൊന്നാവും. പിന്നീട് വർഷത്തിൽ ഒന്ന് വന്നാലായി, വന്നില്ലെങ്കിലായി. അല്ല മോളെ, ചേച്ചി, ഞാനൊരു തമാശക്ക്. അമ്മേ, ഞാൻ നിങ്ങൾ രണ്ടാളൊന്ന് പുറത്തേക്ക് നിൽക്കുക. ചെല എന്താടി ഇത്? പോസ്റ്റ്. കൊള്ളാം. ചേച്ചി, അളയാൻ വിളിച്ചായിരുന്നോ? നാട്ടിൽ പോയെന്ന് മുഖം കാണിച്ചിട്ട് വരാന്ന് പറഞ്ഞു പോയിട്ട് പിന്നെ വിളിയൊന്നും കണ്ടില്ലല്ലോ. എന്തു പറ്റി ചേച്ചി? എന്താ ഒരു ടെൻഷൻ പോലെ? ഇതെന്താ ഇത്? സീലൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. എന്റെ അമ്മച്ചിയെ വക്കീൽ നോട്ടീസാണല്ലോ ഇത്. അതെ, ശാരദയും അവളുടെ മക്കളെയും ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞുള്ള വക്കീലിന്റെ വാറോല. അവരെ ആ മണ്ണിന്ന് കുടിയിറക്കാൻ നോക്കിയാല് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ്. കോടതിയിൽ കേസാക്കി അവളെ എന്നെങ്ങ് മൂക്കി വലിച്ചു കയറ്റുന്ന ഭീഷണി. അല്ല, ഇതിപ്പോ അവരെങ്ങനെ? എങ്ങനെയെന്നുള്ളത് നിനക്ക് മനസ്സിലായില്ലേ? നീയൊക്കെ ഇവിടെ ഉണ്ടുറങ്ങി കഴിയുമ്പോ ശാരദ കളിക്കുകയായിരുന്നു. നല്ല അസല് കളി, രാജേശ്വരിയെ തോൽപ്പിക്കാൻ. നീ നോക്കിക്കോ, ഇതുവരെ രാജേശ്വരി ശാരദയോട് ചെയ്തതൊന്നും ഉപദ്രവമായിരുന്നില്ല. ശരിക്കുള്ള ഉപദ്രവം എന്താണെന്ന് അവളും അവളുടെ മക്കളും കാണാൻ പോകുന്നതേ ഉള്ളൂ. അതിന് നോട്ടീസ് അയക്കാൻ കോട്ടിട്ടവന്റെയോ കേസെടുക്കാൻ കാക്കിയിട്ടവന്റെയോ വക്കാലത്ത് വേണ്ട രാജേശ്വരിക്ക്. രാജേശ്വരിയുടെ കോടതിയിലെ ശാരദയുടെ കേസിലെ തീർപ്പ് ഇന്നാ. തീർക്കും ഞാൻ ഈ കേസ് അവളുടെ വീട്ടിൽ വെച്ച് തന്നെ. ചേച്ചി ഇന്ന് രണ്ടും കൽപ്പിച്ചാണല്ലോ. എന്താ മോളെ, നല്ല സന്തോഷത്തിലാണല്ലോ. സന്തോഷിക്കേണ്ട സമയം തന്നെയാ ശാന്തേച്ചി. ശാരി ചേച്ചിയെ പെണ്ണ് കാണാൻ ഒരു പയ്യൻ വരുന്നു നാളെ തന്നെ.
എന്താ രാജി, ആരും കാണാനില്ലല്ലോ. ശാരദാമ്മയും മക്കളൊക്കെ എവിടെ പോയി? എല്ലാരും വീട്ടിലുണ്ട് ശങ്കരേട്ടാ. ഇന്നവിടെ പെണ്ണുകാണല് നടക്കുക ശാരികയുടെ. പയ്യൻ പഠിപ്പ് കഴിഞ്ഞ ഉടനെ സർവീസ് കയറി. ഇപ്പൊ തന്നെ 50-നടുത്ത് ശമ്പളമുണ്ട്. 2-3 വർഷം കഴിഞ്ഞാ വേണമെങ്കിൽ പ്രമോഷനും കിട്ടുമെന്ന് ഉറപ്പാ. ആ പിന്നെ കുടുംബ മഹിമയും തറവാടിത്തത്തിന്റെയും കാര്യം പറഞ്ഞ മേലേക്കാവിലെ സുമിത്ര എന്ന് പറഞ്ഞാൽ നാടറിയും. ഇട്ടുമൂടാനുള്ള സ്വത്ത്, മറ്റു സ്വഭാവ ദൂഷ്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഒറ്റ മകൻ. ഒരു പയ്യനെ കിട്ടാൻ ശാരദാമ്മേ, നിങ്ങളുടെ ശാരിക മോള് തപസ്സിരിക്കണമെന്നേ ഞാൻ പറയൂ. ആ തപസ്സിരിക്കണമെന്ന് പറഞ്ഞത് സത്യം അങ്കിൾ. പക്ഷേ ശാരികേച്ചിയല്ല, ചേച്ചിയെ പോലൊരു പെണ്ണിനെ കിട്ടാൻ ആ പയ്യനാ തപസ്സിരിക്കേണ്ടത്. സാറേ, സാറെന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഞാൻ പിന്നെ ഒരു ചായ. ഇപ്പൊ തന്നെ 2-3 ആയല്ലോ സാറേ. സാരമില്ല, ഇവിടെ ഇങ്ങനെ നിന്നിട്ടൊരു ചായ കുടിക്കാനേ ഭയങ്കര രസമാ. രാജി, സാറിനൊരു ചായ അടിച്ചു കൊടുക്ക്. ചായ. ഇട്ടുമൂടാനുള്ള സ്വത്തും കുടുംബ മഹിമയൊക്കെ ഉണ്ടെങ്കിലും താലിയും ചുമന്ന് ചെന്ന് കേറുന്നത് ഒരു മൂദേവിയാണെങ്കിലേ ആ തറവാട് തന്നെ കുളം തോണ്ടില്ലേ മുരുകനങ്ങളെ. കുടിലാണെങ്കിലും തെളിഞ്ഞു കത്തുന്ന നിലവിളക്ക എന്റെ ചേച്ചി. ചെന്ന് കയറുന്നിടത്ത് ഐശ്വര്യമേ ഉണ്ടാവും. ആ അത് മോള് പറഞ്ഞത് പോയിന്റ്. കുട്ടിയുടെ ഐശ്വര്യം സൂപ്പറാ. അപ്പൊ നമുക്കൊരു ചായ കുടിച്ചാളേ അല്ലടാ? ഒരു ചായ കുടിക്കാൻ 10-35 കിലോമീറ്റർ കറങ്ങി തിരിഞ്ഞു വരേണ്ട വല്ല കാര്യമുണ്ട് എന്റെ ആശാന്? കുടുംബശ്രീയിലെ ചായയിൽ എന്താ പഞ്ചസാരയ്ക്ക് പകരം സ്വർണ്ണത്തരിയാണോ കലക്കി തരുന്നത്? കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ടടാ കേട്ടാ. ആ എന്റെ ഇപ്പോഴുള്ള വരവ് ഒരു വെറും വരവല്ല, മനസ്സിലായ? ശാലിനിക്ക് എന്നെ പറ്റിയിട്ട് എന്തോ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കി തിരുത്തണം. എന്നാലേ ഞങ്ങളുടെ ലവ് ട്രാക്ക് മുന്നോട്ട് പോവുള്ളൂ. അത് ശരി, മനസ്സിലായ? നീ മിണ്ടാതെ വാ, സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിക്കളയാ. വാ. അതെ, 2 ചായ. അല്ല, ഇവിടെ എങ്ങും ആരും കാണുന്നില്ലല്ലോ. ശാരദാമ്മ മക്കളൊക്കെ എവിടെ? ആഹാ, അപ്പൊ വിശേഷം ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. അതെ, ശാരദാമ്മയുടെ മോളുടെ പെണ്ണ് കാണൽ ചടങ്ങ് നടക്ക അവിടെ. ശാലിനി പെണ്ണ് കാണാനാ? ആശാനെ കൺട്രോൾ കൺട്രോൾ.
കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? കാര്യങ്ങളെന്ന് വെച്ചാ ഒരു കല്യാണം നടക്കാനും നടക്കാതിരിക്കാനുള്ള കാരണങ്ങളൊക്കെ മുരുകണ്ണനെ അറിയാൻ ശാരദാമ്മേ. വർഷം എത്രയായി? നമ്മുടെ നാവ് നമുക്ക് തന്നെ വിനയാകരുത്, അത്രയേ ഉള്ളൂ. എന്നുവെച്ചാ മനസ്സിലായില്ല. ദേ അവരെത്തിയെന്ന് തോന്നുന്നു. എല്ലാരും വന്നാട്ടെ. നമസ്കാരം. വന്നാട്ടെ. നമസ്കാരം. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? ശാരദാമ്മയുടെ വീടെന്ന് പറഞ്ഞ ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ കുടുംബശ്രീയുടെ കാര്യവും പറഞ്ഞു. കുടുംബശ്രീ അതാ ശാരദാമ്മ നടത്തുന്ന ഹോട്ടല്. ഒരു വട്ടമെങ്കിലും അവിടെ വന്ന് കഴിച്ചിട്ടുള്ളവര് ഈ കുടുംബശ്രീ ഹോട്ടൽ മറക്കൂല. അതാണ് ശാരദാമ്മയുടെയും മക്കളുടെയും കൈപുണ്യം. മുകുന്ദേട്ട പറ്റിയ സ്ഥലത്താണല്ലോ വന്ന് പെട്ടിരിക്കുന്നത്. ആള് ഭക്ഷണപ്രിയനാണേ. സബാഷ്. ബെസ്റ്റ് ബെസ്റ്റ്. വരണം വരണം, അകത്തോട്ടിരിക്കാം. വന്നാട്ടെ വന്നാട്ടെ. അങ്ങോട്ട് ഇരുന്നാട്ടെ. മോൻ അവിടെ ഇരുന്നാട്ടെ ഇരുന്നാട്ടെ. ഇതാരാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇതാണ് നമ്മുടെ പയ്യൻ പ്രദീപ് കുമാർ. ഇത് മുകുന്ദ സാർ, പ്രദീപിന്റെ അച്ഛൻ. അമ്മ സുമിത്ര. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, സ്വസ്ഥം ഗൃഹഭരണം. ഇത് അമ്മാവനും അമ്മായി. ശാരദാമ്മയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. നിൽക്കുന്നത് ശാലിനിയും ശ്യാമയും, അതിന്റെ ഇളയത്തങ്ങളാ. എന്ത് ചെയ്യുന്നു? ഞാൻ സിവിൽ സർവീസിനുള്ള പ്രിപ്പറേഷനില്ല. ഞാൻ +2 കഴിഞ്ഞു. ചില്ലറ ആളൊന്നുമല്ല, പഠിച്ചെടുത്തെല്ലാം ഫസ്റ്റാ. മിടുക്കികളാണല്ലോ രണ്ടുപേരും. അല്ല, ശാരികയ്ക്ക് മാത്രം എന്തു പറ്റി? അധികം പഠിച്ചില്ലേ? ശാരികേച്ചിക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ടൊന്നുമല്ല, എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ആയിരുന്നു. ചേച്ചി തന്നെയാ പഠിത്തം നിർത്താൻ തീരുമാനിച്ചത്. അമ്മയെ സഹായിക്കാനും ഞങ്ങളുടെ പഠിപ്പ് തുടരാൻ വേണ്ടിട്ടോ അങ്ങനെ ചെയ്തേ. ചേച്ചിന്ന് ഞങ്ങള് വിളിക്കുന്നേ ഉള്ളൂ. രണ്ടാമതൊരു അമ്മയാ ശാരിയേച്ചി ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അവിടെ എന്താ നടക്കുന്നതെന്ന് നമുക്കൊന്ന് കാണണ്ടേ? എനിക്ക് ഒന്നിനൊരു ഉത്സാഹമില്ലടാ, എല്ലാം കയ്യിൽ നിന്ന് പോയി. അങ്ങനെ പറയല്ലേ, ഞാനൊന്ന് നോക്കിയിട്ട് വരാം.